ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മെൻസ് പെർഫ്യൂമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മെൻസ് പെർഫ്യൂമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിയോർ സുവാജ് എന്നുള്ളൊരു പെർഫ്യൂമിനെ കുറിച്ചാണ്. ഇതൊരു ഓ ഡെ പാർഫമാണ്. കാരണം ഈ പെർഫ്യൂം തന്നെ പല രീതിയിലുള്ള കോൺസെൻട്രേഷൻ വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബോഡി മിസ്റ്റ് തൊട്ട് പാർഫം, ഇപ്പോൾ ഓ ഡെ പാർഫം, അങ്ങനത്തെ രീതിയിൽ പല കോൺസെൻട്രേഷൻ ഓഫ് പെർഫ്യൂം അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പെർഫ്യൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഡിയോറിൻ്റെ ഓ ഡെ പാർഫമാണ്. ഇതിൻ്റെ പേര് സുവാജ് എന്നാണ്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണമാണ്. ഇതിൻ്റെ അണ്ടർ നോട്ട്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ അണ്ടർ നോട്ട്സ് എന്ന് പറയുമ്പം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് നോട്ട് ഒന്ന് ഫ്രഷ് സിട്രസി മണമാണ്. ഒരു മിഡിൽ നോട്ട് വന്ന് ഒരു ലാവൻഡർ എന്ന് പറയുമ്പോൾ വോമായിട്ട് സ്പൈസി ആയിട്ടുള്ളൊരു മണം കൂടെ മിഡിൽ ടോണായിട്ട് വരും. പക്ഷേ എൻ്റെ ബേസ് ടോൺ എന്ന് പറയുമ്പോൾ വാനിലയാണ്. വാനില, പച്ചോളി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു വുഡി, മസ്കി, മോറൊരു മെൻസ് ആയിട്ടുള്ളൊരു മണം, നല്ല ആയിട്ടുള്ളൊരു മണം വരും. ഇത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ഒക്കേഷനും ഇതിടാൻ പറ്റും, ഏത് സീസണിനും ഇടാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ സ്വെറ്റ് അനുസരിച്ച് അവരുടെ ചെറിയൊരു ഡിഫറൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും അതിൻ്റെ ആ ബേസ് ടോൺ അല്ലെങ്കിൽ മിഡിൽ ടോൺ മാറത്തില്ല. ടോപ്പ് നോട്ട് ചിലപ്പം മാറിയെന്നിരിക്കും, പക്ഷേ എന്നാലും ഭയങ്കര വുഡി, മസ്കി, മെൻസ് മണമാണ്. അപ്പോൾ ശരിക്കൊരു മെൻസ് പെർഫ്യൂം തന്നെയാണ് ഈ സുവാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മളുടെ ഫാദറിന് അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും മെൻസിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റാണ് ആക്ച്വലി. ഇതിൻ്റെ പല സൈസസ് അവൈലബിൾ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു 100 ml ബോട്ടിലാണ്. ഇതിൻ്റെ 50 ml ഉണ്ട്. അതിൻ്റെയും വലിയ സൈസ് അവൈലബിൾ ആണ്. അതനുസരിച്ച് പ്രൈസ് കൂടും. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. പിന്നെ അല്ലാതെ ഡിയോറിൻ്റെ വെബ്സൈറ്റും അവർ ഷിപ്പ് ചെയ്യാറുണ്ട്. പുറത്താണെങ്കിലും ഇത് അവൈലബിൾ ആണ്. ദുബായിലൊക്കെ നമുക്ക് ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ ഒരുപാട് ഇത് അവൈലബിൾ ആണ്. കാരണം ഇത് ഭയങ്കരമായിട്ടും ഒരു മാർക്കറ്റിൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. കാരണം അതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് വന്ന് ഭയങ്കര ഒരു അഡിക്റ്റിംഗ് എന്ന് പറയാം. അഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. സോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല. ഇത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന തന്നെ ഒരു മെൻസ് ഫ്രേഗ്രൻസ് ആണ്. സോ മസ്റ്റ് ട്രൈ ആണിത്. നെക്സ്റ്റ് വന്ന് ടോം ഫോർഡ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ, ഇതൊരു ലക്ഷറി ബ്രാൻഡാണ്. ടോം ഫോർഡ് ബ്രാൻഡിൻ്റെ ഒരു പാർഫമാണ്. ഇതിൻ്റെ പേര് ബ്ലാക്ക് ഓർക്കിഡ് എന്നാണ്. ഇതിൻ്റെ വേറെയും വേരിയൻസ് എന്തോ ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ബ്ലാക്ക് ഓർക്കിഡിൻ്റെ വേരിയൻ്റാണ്. ഇതിൻ്റെ നോട്ട് എന്ന് പറയാന്നുണ്ടെങ്കിൽ ടോപ്പ് നോട്ട്സ് എന്ന് പറയുമ്പം ബ്ലാക്ക് കറൻറ്റ്, ഒരു ബെർഗമോ എന്ന് പറയുമ്പം ഫ്രഷ് സിട്രസി തന്നെയാണ്. അതിൻ്റെ കൂടെ ഫ്രൂട്ടി, ചെറിയൊരു നല്ലൊരു ഭയങ്കരമായിട്ടൊരു ഫ്രൂട്ടി മണമുണ്ട്. അതിൻ്റെ കൂടെ തന്നെയും ഈ ബ്ലാക്ക് ഓർക്കിഡ്, അതിൻ്റെ മെയിൻ അണ്ടർ ടോണാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഭയങ്കരമായിട്ട് അഡിക്റ്റിങ്. ഈ സുവാജ് പോലെ തന്നെ, ഡിയോർ സുവാജ് പോലെ തന്നെ ഇത് ഭയങ്കര അഡിക്റ്റിംഗ് ആണ്. അതിൻ്റെ കൂടെ ബേസ് നോട്ട് എന്ന് പറയുമ്പം വാനില, സാൻഡൽവുഡ്, ഡാർക്ക് ചോക്ലേറ്റ്, ഇങ്ങനത്തെയൊക്കെയാണ് ബേസ് നോട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു അഡിക്റ്റീവ്നെസ് ഒരിക്കലും അത് കുറയത്തില്ല. കാരണം അത് ഭയങ്കരമായിട്ടും ക്രേവ് ചെയ്യും ആ ഒരു മണത്തിന് ആക്ച്വലി. ഇതെന്ന് പറയുമ്പം ഭയങ്കര ഇതിൻ്റെ ഒരു വൈബ് വന്ന് ഡിഫറെൻറ്റ് ഫ്രം സുവാജാണ്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു സിഡക്റ്റീവ്, ഗോത്തിക്, ഇത് യൂണിസെക്സ് ആണ്, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഡിയോർ സുവാജ് ഞാൻ മെൻസിന് മാത്രമേ പറയത്തുള്ളൂ കൂടുതൽ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇത് ഒരു ഐഡിയൽ ഫോർ കൂളർ സീസണാണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് പാർട്ടി, ഭയങ്കര ഒരു കൂളർ സീസണിന് വേണ്ടിയുള്ളതാണ് ഈ ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും റിച്ച്, ഡാർക്ക്, ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സുവാജ് ആണ്. കാരണം സുവാജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്കൊരു ബീച്ചി അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത ഡെയിലി വെയർ അല്ലെങ്കിൽ എപ്പോഴും ഓൾ ത്രൂ ഔട്ട് ദ സീസൺസ് ഉപയോഗിക്കാൻ പറ്റുന്ന സുവാജ്. പക്ഷെ മറ്റത് ഉപയോഗിക്കാം, അങ്ങനെ പറ്റത്തില്ല എന്നൊന്നും അല്ല. പക്ഷെ ഏറ്റവും കൂടുതലും ഒരു ഡാർക്ക് ഗോത്തിക്, ഭയങ്കര സിഡക്റ്റീവ് മണമാണ് ഈ ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മസ്കുലൈൻ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോൾഡ്
ആയിട്ട് മണം വേണമെന്നുണ്ടെങ്കിൽ ഡിയോർ സുഭാഷ് ട്രൈ ചെയ്യുക. ഈ ബ്ലാക്ക് ഓർക്കിഡ് വന്നിട്ട് നിങ്ങൾക്ക് കൂടുതലും സിഡക്റ്റീവ് നിങ്ങളുടെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കുക. സോ ഇതിൻ്റെ പ്രൈസ് വന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഈ ടോം ഫോർഡ് വന്ന് ഒരു 50 ml 9,000 rupees ആവും, 100 ml ഒരു 14,000 rupees ആവും. പക്ഷേ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഫ്രേഗ്രൻസ് ഒന്നും നമ്മൾ അടിച്ചതിന് ശേഷം ആ ഉടുപ്പിൽ നിന്ന് പോകത്തേയില്ല. ഈവൻ ചിലപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാനിത് സ്മെൽ ചെയ്യാറുണ്ട്. കാരണം അത്രയ്ക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ പെർഫ്യൂം. പക്ഷേ ഈ ഡിയോർ എന്ന് പറയുമ്പോഴും ഒത്തിരി ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു വാഷ് കഴിഞ്ഞ് ഞാൻ സ്മെല്ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതും ഭയങ്കരമായിട്ടും ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. കുറച്ച് അടിച്ചാൽ മതി. ഈവൻ ഒരു സ്പ്രേ തന്നെ ഭയങ്കരമായിട്ടും മണവും ലാസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് നല്ല മണം ഇങ്ങനെ ആ ഡ്രസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇത് രണ്ടും മസ്റ്റ് ട്രൈ ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രൈസ് വന്ന് 100 ml സിമിലറാണ്, 9,400 ആണ്. പക്ഷേ വർത്ത് ദ ബൈ ആണത്. ഇത് ചെറിയ 60 ml ഉണ്ട്, അതിന് ഒരു 5,000 റേഞ്ചിൽ വരും. പക്ഷെ അത് വർത്ത് ഇറ്റാന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല മണമാണ്. നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ മണം ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. സോ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ കോമെൻറ്റ്സ് ഒക്കെ പറയുക. നിങ്ങൾക്ക് ഏത് പെർഫ്യൂം ഇഷ്ടമാണെന്ന് പറയുക. അത് വ്ളോഗ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ ഈ പെർഫ്യൂം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടെ പറയും. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ഗൈസ്, ബൈ.